എത്ര വെളുപ്പുണ്ടെങ്കിലും വീണ്ടും വെളുക്കണം എന്ന ആഗ്രഹം. അതുപോലെ തന്നെ ആളുകളുടെ മുന്നിൽ ഈ ഷെയ്ഡ് ഇട്ടാൽ അടിപൊളിയാവും, ഈ ഷെയ്ഡ് അടിപൊളിയാവും എന്ന് പറഞ്ഞിട്ടുള്ള മത്സരങ്ങൾ. ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ ഇപ്പൊ ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പല ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. നമ്മളെ ശരീര സൗന്ദര്യമൊക്കെ നമ്മൾ നോക്കണം. അത് മുഖ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ഹെൽത്തും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളും, ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പല ആളുകളും മുഖ സൗന്ദര്യം മാത്രം നോക്കി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖം മാത്രമല്ല, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും കൂടി അതിന്റെ ഹെൽത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ജിമ്മിലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അതിനെ എപ്പോഴും ദൃഢപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കല്യാണിയാണ് വൈറലായി നിൽക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ ആളുകൾ അതൊക്കെ മറക്കും എന്നുള്ളതാണ്. അവർ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസും മറ്റുള്ളതൊക്കെ ഉപയോഗിച്ച് ശരീരത്തിൽ കുറച്ച് പ്രോബ്ലംസ് വന്നപ്പോൾ, സ്കിൻ ഡാമേജ് ആയപ്പോൾ ഡോക്ടറെ കാണാൻ പോയി, ഒരു ക്ലിനിക്കിൽ പോയി. ആ ക്ലിനിക്കിൽ ചെന്നതിന് ശേഷം അവർ കുറച്ച് കോപ്രായത്തരങ്ങൾ കാട്ടിയെന്നുള്ളതാണ്. അതായത് ആദ്യം അവർ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അത് കഴിഞ്ഞ് കൊളാബ് ചോദിക്കുന്നു. കൊളാബ് വേണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെ ഒരു അലിഗേഷൻ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് കണ്ണി കണ്ട പ്രോഡക്റ്റുകൾ വാരിപ്പൊത്തി തേച്ചിട്ട് അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പരിഹരിക്കുന്ന പേരും പറഞ്ഞുകൊണ്ട് അവർ ഊളത്തരം കാണിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ഇൻഫ്ലുവാണങ്ങൾ ഇപ്പോൾ ഇമാതിരി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ജാഫറിന്റെ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ കോസ്മെറ്റിക് ഐറ്റംസ് ആണെന്നുള്ളതാണ്. ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്ന അവരാണ്. ഇതിപ്പോ മുഖത്ത് തേച്ചിട്ടാണ് ഇവർ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതിനിടയിൽ ഹെലോൺ സ്പാർട്ട ഒരു സോപ്പിന്റെ പരസ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എടുത്തിട്ട് തേച്ചൊട്ടിച്ചിരുന്നു. അവർക്കെതിരെ ഹെലോൺ സ്പാർട്ട രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് 3 കാര്യങ്ങളെ പരിശോധിക്കാനുള്ളത്. 2 ഡോക്ടർമാർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒന്ന് ഈ കല്യാണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. രണ്ടാമത് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോ അമ്മ പെങ്ങന്മാർ തീർച്ചയായിട്ടും കാണുക. ഇപ്പൊ 2015 ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ +1 +2 പഠിക്കുന്ന സമയത്തൊന്നും ഇത്ര ആളുകൾ ഇത് യൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല, 1-2 കുട്ടികൾ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ആ മേഖലയിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അത്രത്തോളം അപകടത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ്. ഈ മേക്കപ്പ് ചെയ്യുന്നത് ഒരു മോശം കാര്യമായിട്ടല്ല കേട്ടോ ഞാൻ കാണുന്നത്. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണണം എന്നുള്ളതാണ്. ആദ്യം ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഈ കൂതറത്തരത്തിനെതിരെ ഒരു ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. അത് ആദ്യം കേൾക്കാം. ഹായ്, ഞാനൊരു MBBS ഡോക്ടറാണ്. എനിക്ക് ഉള്ള ഒരു കൺസേൺ പബ്ലിക്കിലോട് പറയണം തോന്നി, അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബ് ചാനലിൽ ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോഷനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. പുള്ളിക്കാരത്തി റീസെൻ്റ്ലി ഇട്ട ഒരു ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ക്ലിനിക്കായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല, എൻ്റെ ഫ്രണ്ട്സും അല്ല അവരാരും. സോ എനിക്ക് പറയാനുള്ളത്, ഷീ മെൻഷൻഡ് അബൌട്ട് 8 months ആയിട്ടും അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ക്ലിനിക് എന്നാണ്. ഈ 8 months ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തപ്പം ഈ പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് ഷോർട്സിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ് പ്രോഡക്ട്സ്, ബ്യൂട്ടി പ്രോഡക്ട്സും മാസ്ക് ഒക്കെ ഇങ്ങനെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. ഈ 8 months ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന ആൾ മറ്റ് പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് വെരി എവിഡൻ്റ് ആണ്. ഈ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പം എങ്ങനെയാണ് ക്ലിനിക്കിൻ്റെ പ്രോബ്ലം മാത്രമാകുന്നത്? ഈ അപ്ലൈ ചെയ്ത പ്രോഡക്ട്സും ഒക്കെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണെങ്കിലോ? അപ്പോൾ ആധികാരികമായി അതാണ് പ്രശ്നം, ആ ഡോക്ടറാണ് പ്രശ്നം. ഈ MBBSും BDS എന്ന് പറയുന്നത് ചുമ്മാ അങ്ങിരുന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇത്രയും വർഷം കുട്ടികളിരുന്ന് പഠിച്ചിട്ട് കിട്ടുന്ന ഒരു കോഴ്സാണിതൊക്കെ. അപ്പം എനിക്ക് പബ്ലിക്കിനോടാണ് പറയാനുള്ളത്, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്നതും കേട്ടിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ബിക്കോസ് ഇവർക്ക് ഇതൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യാനും അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യാനും ഇവരെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു സാധാരണക്കാരന് ഇത് പറ്റണമെന്നില്ല. ഇത് ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാരായിരിക്കും ഇവരെ ഫോളോ ചെയ്ത് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും. പക്ഷേ നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയാൽ നിങ്ങൾക്കാണ് പോയത്. നിങ്ങൾക്ക് വന്ന ഡാമേജ് കവർ ചെയ്യാനോ ഇൻഫ്ലുവൻസേഴ്സ് ആരും വരില്ല. എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്കിൻ കൺസേൺസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ പ്രൈസ് പാക്കേജസിനെ പറ്റി പുള്ളിക്കാരത്തി പറയുന്നതാണ്. ഈ പ്രൈസ് പാക്കേജസ് ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെറുതെ അലിഗേഷൻ പറയുമ്പം ലീഗലി അവർ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ഞാൻ കൂടുതൽ ഒപ്പീനിയൻ പറയുന്നില്ല. ബട്ട് ദിസ് ഈസ് ടു ദ പബ്ലിക്, പ്ലീസ് ഡോണ്ട് യൂസ് പ്രോഡക്ട്സ് which are promoted by the beauty influencers unless അതൊരു ഡോക്ടർ ആണെങ്കിൽ you can try it out.
ഈ ഇൻഫ്ലുവാണങ്ങളും പറയണത് കേട്ടിട്ട് പോയിട്ട് ഇതൊന്നും വാങ്ങി തേക്കരുത് എന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കിൽ ചെല്ലുക, ഡോക്ടേഴ്സിനെ കാണുക, അവർ പറയും, അവർ തരുന്ന മരുന്നുകൾ കഴിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനെങ്കിലും കഴിയുന്നുള്ളതാണ്. ഇവിടെ എന്താ ക്ലെയിം ചെയ്യാൻ പറ്റുക? ഇവിടെ ഈ ഇൻഫ്ലുവാണം ചെയ്ത വീഡിയോ കണ്ടിട്ടാട്ടോ ഞാൻ വാങ്ങിയെന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ ലിങ്ക് എന്ന് ചോദിക്കുമ്പോൾ ലിങ്ക് ഇട്ട് തരുന്നില്ലേ? ഈ ലിങ്ക് തന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കേസ് കൊടുക്കാനൊക്കെ കഴിയും കേട്ടോ. കേസ് കൊടുത്ത 8ന്റെ പണിയൊക്കെ കിട്ടും. ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു കഥ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഏതൊരു സോപ്പിന് ഒരു സ്ത്രീ പറഞ്ഞതാ, നല്ല 8ന്റെ പണി അങ്ങ് കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാര്യത്തിനെ ന്യായീകരിച്ച് മെഴുകാൻ കുറെ എണ്ണം വരും എന്നുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടാ. ഹെൽനോസ് പാർട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല എന്നൊന്നും ആരും ഒരു തെണ്ടിയും പറയാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ ഏതൊരു ആൾക്കും കണ്ടാൽ മനസ്സിലാവും അതൊരു അഡ്വർടൈസ്മെന്റ് ആണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചു ആരെയും നിർബന്ധിച്ച് നീയൊക്കെ ഗർ സോപ്പ് വാങ്ങിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് ആരും പറയുന്നില്ല. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. അല്ലാണ്ട് നിർബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാല് പിടിച്ച് അത് വാങ്ങണം എന്നൊന്നും ആരും പറയുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം കുരു പൊട്ടുന്ന കുറച്ച് ചെറ്റകളുണ്ട്. നിങ്ങൾ ചന്ദ്രിക സോപ്പ് ഇട്ടിട്ടാണോ അമലാപോളും കീർത്തി സുരേഷൊക്കെ കുളിക്കുന്നത്? ആണോ? അമലാപോള് താങ്കളെ പോലെ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മറ്റുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? സോഷ്യൽ ഇഷ്യൂ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരാളല്ലേ? നിങ്ങൾ മറ്റുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുന്ന ആളല്ലേ? നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലുവാണങ്ങൾ അവർ പ്രതികരിക്കുന്നുള്ളതാണ്. ഞാനിപ്പോ ഈ വീഡിയോ കണ്ടതുകൊണ്ടാട്ടോ പ്രതികരിച്ചത്. ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്നില്ലേ, അതെന്താ പറയാത്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീഡിയോയിലേക്ക് തന്നെ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് നിങ്ങൾ തന്നെ നോക്കി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് പ്രൊമോഷനൊക്കെ വരാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. പിന്നെ മറ്റൊരു കാര്യം, കുറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ റിയാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഇത്തരം കൂടുതൽ പ്രോഡക്റ്റുകളുടെ പരസ്യം വരാറ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പ്രൊമോഷൻ ചെയ്യാറ്. ആണുങ്ങൾ പരമാവധി ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ ഏതോ ഒരു പയ്യൻ ഏതോ ഒരു ഇല്ലീഗൽ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം കണ്ടു എന്നല്ലാതെ അവനും നല്ല തേച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ധാരണക്ക് പുറത്താണ് നിങ്ങളെയൊക്കെ ആളുകൾ ഫോളോ ചെയ്യുന്നത്. വെറും ഒരു പരസ്യമാണോ ഇത് എന്ന് പറയുമ്പോഴും മോഹൻലാൽ പറയുന്ന ഒരു സാധനമല്ലേ, വൈകിട്ട് എന്താ പരിപാടി, ഈ ഒരു സാധനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഈ പരസ്യത്തിൽ അഭിനയിപ്പിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ ആ സെലിബ്രിറ്റികൾ ഉണ്ടല്ലോ, ഈ സെലിബ്രിറ്റികളുടെ പണി ഇത് മാത്രമാണ് എന്നുള്ളതാണ്. ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കുക എന്നുള്ളത്. താങ്കൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊക്കെ പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്ക് അത്ര യോജിപ്പില്ല. പിന്നെ ഈ വിഷയത്തിൽ സ്ത്രീകൾ നല്ല സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ, താങ്കളെയൊക്കെ. അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി ഡെയിലി ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടാണോ എനർജി ഉണ്ടാക്കുന്നത്? ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടാണോ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്? അന്ന് സീരിയസ്ലി യാമി അല്ലെ, നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിന്റെ പരസ്യത്തിൽ ഉണ്ടായിരുന്ന യാമി ഡെയിലി ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. മനസ്സിലായി? അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് പോലും അറിയാത്ത ബുദ്ധിയില്ലാത്ത ടീംസുകളാണ് വന്നിരുന്ന് പറയുന്നത്, അയ്യോ ഇന്നത് ചെയ്തു മറ്റത് ചെയ്തു, ഇവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണോ അത് അഡ്വർടൈസ്മെന്റ് ആണ്. ഈ അഡ്വർടൈസ്മെന്റ് എന്തിനാ നടത്തുന്നത്? ഈ പ്രോഡക്റ്റുകൾ വിറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അതും വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്യിക്കുന്നത്. അത് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ അത് യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുന്ന ഓക്കെ, ജെന്യുവൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ അവിടെയും പൈസ വാങ്ങിയിട്ടാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ് എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ആളുകൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. അപ്പോ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ഞാനിപ്പോഴും നിങ്ങൾ ഉപയോഗിച്ച ആ സോപ്പ് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാനത് റിയാക്ഷൻ ചെയ്തിട്ടില്ല. ആ സോപ്പ് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടും കൂടി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഞാനതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പോലും നോക്കിയിട്ടില്ല. അത് കാരണം എനിക്കറിയില്ല സോപ്പ് ഏതാന്നുള്ളത്. അതുകൊണ്ട് ഞാനത് വിട്ടതാ. പക്ഷെ നിങ്ങൾ ഇതിനെ ഒരു പൊതുവൽക്കരിച്ച് സംസാരിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾ അത്തരം വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇല്ലീഗൽ ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ, നിങ്ങൾ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റാം, ഏത് മനുഷ്യനും പറ്റാം. പക്ഷെ തിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ പരസ്യം കണ്ടിട്ട് ആളുകൾ അത് വാങ്ങില്ല എന്നുള്ള ധ്വനിയിലാണോ നമ്മൾ സംസാരിക്കുന്ന ഒരു പിടുത്തമില്ല. അവിടെ പരസ്യങ്ങൾ ചെയ്യുന്നതിന് ജനങ്ങൾ അത് വാങ്ങാൻ, അതിൽ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു 5-6 മാസമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോപ്പാണെന്നുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറയാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്, ലിപ് ബാം, ഇതിന്റെ ഷെയ്ഡ് ഏതാ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഒരു വലിയ സമ്പ്രദായമാണ്, ഒരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ലിപ്സ്റ്റിക്കിൽ മെർക്കുറിയുടെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ക്യാൻസർ വരും, അങ്ങനെ കുറെ ഡൗട്ടുകൾ ആളുകൾക്കുണ്ട്.
ഒരു ഡോക്ടർ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കണം കേട്ടോ. എന്താ ചെയ്യാ, പണ്ടൊക്കെ നമ്മൾ കോസ്മെറ്റിക് ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറും ടോണും നോക്കിക്കൊണ്ടുവരുന്ന ആൾക്കാരെ എല്ലാം ഇപ്പോൾ തിരിച്ചിട്ട് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിക്കേണ്ട അവസ്ഥയാ അല്ലേ? So number 1 is palettes. Palettes are usually found in fragrances, nail polish and sometimes even cleansers. This is hormone disrupting and it is not recommended for long term use. So stay away from it, especially young പെൺകുട്ടികൾ. Number 2 is parabens. ഇത് mimics estrogen hormone and even human breast tissue samples ഇത് pick ചെയ്തിട്ടുണ്ട് according to studies. So ingredient list നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ methyl paraben അല്ലെങ്കിൽ propyl paraben ആയിട്ടാണ് നമ്മൾ ഇത് കാണുക. യൂഷ്വലി നമ്മുടെ പഴയ സൺസ്ക്രീൻസിലോ അല്ലെങ്കിൽ ചില കോസ്മെറ്റിക്സിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾസോ ഹോർമോൺ സ്റ്റിമുലേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ നമ്മൾക്ക് ചാൻസ് ഉള്ളതുകൊണ്ട് സ്റ്റേ ക്ലിയർ ഓഫ് ഇറ്റ്. നമ്പർ 3 ഇസ് ട്രൈക്ലോസിൻ. ഇത് നിങ്ങളുടെ ആന്റി ബാക്ടീരിയൽ സോപ്സിലും സംടൈംസ് ഈവൻ ഇൻ യുവർ ടൂത്ത് പേസ്റ്റിൽ വരെ ഇത് കണ്ടുവരുന്നുണ്ട്. ദിസ് ഇസ് ഓൾസോ ഹാർംഫുൾ ഫോർ യുവർ ബോഡി ആൻഡ് ഇതും കഴിവതും ഒഴിവാക്കുക. Number 4 and 5 is PTFAs അല്ലെങ്കിൽ PFAs and ethoxylated cleansers. ഇത് യൂഷ്വലി കാണുന്നത് നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ്നേഴ്സിലും ആൻഡ് ഈവൻ യുവർ ബോഡി ക്ലെൻസേഴ്സ് കണ്ടീഷണേഴ്സിലാണ്. സോ ട്രൈ ടു സ്റ്റേ ക്ലിയർ ഓഫ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഓൾസോ ഇസ് ഹാർംഫുൾ ഫോർ യുവർ ഹെൽത്ത്. ഇത് നമുക്ക് പണ്ട് മുതൽ അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ അധികം ഫ്ലാഗ് ചെയ്യാറില്ല, പക്ഷെ ശ്രദ്ധിക്കുക ബിക്കോസ് ഇറ്റ് ആക്ച്വലി ഗെറ്റ്സ് അബ്സോർബ് ഡയറക്ട്ലി ഇൻ ടു യുവർ സ്കിൻ ആൻഡ് ക്യാൻ കോസ് ലോങ് ടേം എഫക്ട്സ്. So what you must understand is no product is ever 100% safe. Goodens അതിന്റെ ഡോസിംഗിലാണ്. ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് വെരി വെരി ലെസ് ആൻഡ് സ്റ്റേ അവേ ഫ്രം ഇറ്റ്. പ്ലസ് ബ്രാൻഡ് ലോയൽറ്റി വിട്ടിട്ട് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് മാത്രം നോക്കിയിട്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. കേട്ടില്ലേ, പരമാവധി അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുറെ ആളുകളുണ്ട് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. ജാസ്മിൻ ജാഫർ ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഇത്തരം കാര്യങ്ങളാണെന്നുള്ളതാണ്. അവരുടെ പ്രൊഫൈൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇത്തരം വീഡിയോസ് ആണെന്നുള്ളതാണ്. അവരതിൽ പൈസ വാങ്ങി ചെയ്യുന്നതാണെന്നുള്ളതാണ്. ഇപ്പൊ വെൽനസ് പാർട്ടിയും പൈസ വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാ പറയുന്നില്ല. പക്ഷെ സോപ്പിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം കോസ്മെറ്റിക് ഐറ്റംസ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കൂടുതലും ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീമുകൾ, ലിപ് ബാം, ലിപ്സ്റ്റിക് ഇത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത്. പിന്നെ കക്ഷത്ത് തേക്കുന്ന സാധനങ്ങളിലൊക്കെ പരസ്യം നിങ്ങൾ കാണാറുണ്ടാവും. ഒരുപാട് ഇൻഫ്ലുവാണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ പോലും ഇത്തരം കണ്ടന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുക. പല ആളുകൾ പറയും ഞങ്ങൾ വെറുതെ ഒരു പരസ്യം ചെയ്തതല്ലേ എന്നാ അവർ പറയുക. പക്ഷെ അവരെ കൊണ്ട് ഈ പരസ്യം ചെയ്യിക്കുന്ന എന്താണെന്നുള്ള ബോധം അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അവരെ കാണാൻ ആളുകൾ ഉണ്ട് എന്നുള്ള ധാരണയ്ക്ക് പുറത്താണ് ഇത്തരം പരസ്യങ്ങൾ അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇല്ലീഗൽ ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അയ്യോ എനിക്കൊരു തെറ്റി പറ്റിയിട്ടാ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ. അതുപോലെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഓരോ ദിവസവും ഇല്ലീഗൽ ആയിട്ടുള്ളതും ലീഗൽ ആയിട്ടുള്ളതും പേര് പോലും അറിയാത്ത എന്തൊക്കെയോ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മാർക്കറ്റിൽ വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാർ. സത്യ ലോകത്തിന്റെ ഒരു കുപ്പത്തൊട്ടി എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏത് പ്രോഡക്റ്റും ഇന്ത്യയിൽ വിറ്റഴിക്കാൻ കഴിയുന്നുള്ളതാണ്. പുതിയൊരു പ്രോഡക്റ്റ് വന്നാൽ നമ്മളങ്ങ് കൈ നീട്ടിയാണ് സ്വീകരിക്കും. അത് പ്രൊമോട്ട് ചെയ്യാൻ കുറെ ഇൻഫ്ലുവാണുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ കല്യാണിയൊക്കെ ചെയ്തത് ശരിക്കും ഉളത്തരം തന്നെയാണ്. പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടിയിട്ടേ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള ധാരണക്ക് പുറത്ത് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ സോപ്പിനേക്കാൾ കൂടുതലാണ്, സോപ്പ് നല്ലതാണെന്ന് തന്നെ ഞാൻ പറയുന്നത്, എന്നാലും സോപ്പിനേക്കാൾ കൂടുതൽ ഇത്തരം കോസ്മെറ്റിക് ഐറ്റംസ് അതാണ് പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടുതൽ വീഡിയോസ് ഇതിനെ കുറിച്ച് പഠിച്ച സമയത്ത് മനസ്സിലാക്കിയതാണ്. പിന്നെ ഒരു സ്കിൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് ഉപയോഗിക്കുന്നു എന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാൻ നിൽക്കരുത്. പരസ്യങ്ങൾ കണ്ടിട്ട് ഉപയോഗിക്കാൻ നിൽക്കരുത്. നേരെ ഡോക്ടറെ കാണുക. ഡോക്ടർ സജസ്റ്റ് ചെയ്യും, അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ തീരുമാനിക്കുന്ന, അവർ പറയുന്ന ഒരു മെഡിസിൻ ഉണ്ടാവും, അത് യൂസ് ചെയ്യുക. അല്ലാത്ത മണ്ടത്തരം ചെയ്യുന്ന പറയുന്നത്. എന്താടാ കുറെ വെളുത്തിട്ട് പാറിയിട്ട് ഒക്കെ മണ്ണോട് മണ്ണടിയാനുള്ളതല്ലേ അല്ലേ? നമ്മളെ സൗന്ദര്യം എന്നുള്ളത് നമ്മുടെ ആരോഗ്യമാണ് എന്ന ബോധം വേണം. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന ബോധം വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. അങ്ങോട്ടും കൊണ്ട് സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വെളുപ്പിന്റെ പിന്നാലെ ഓടി നടക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന്റെ പിന്നാലെ ഓടി നടക്കുക. ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. അത് മനസ്സിലാക്കിയ എല്ലാവർക്കും കൊള്ളാം. കുറെ മുഖം മാത്രം തുടിപ്പിച്ച് നടക്കുന്ന ആളുകളെ കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ബലമോ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ഒരു ആരോഗ്യമോ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ പോവുക, സൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സൈക്കിൾ ചെയ്യുക, സ്വിം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വിം ചെയ്യുക. ഇത് ഡെയിലി നിർബന്ധമായിട്ട് ചെയ്യുക, ഒരു 1-2 മണിക്കൂർ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.